കഷ്ടം സഹിക്കുക. 2 തിമോഥെയോസ് 1:8. ക്രിസ്തീയ ജീവിതം സുഖകരമായ ജീവിതം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ വിവിധ കഷ്ടതകൾ സഹിക്കേണ്ട മാർഗമാണ് ഇത്. ആ കഷ്ടതയുടെ മധ്യത്തിൽ നാം ലജ്ജിച്ചു പോകുവാൻ പാടില്ല. വിശ്വാസം നിഷേധിക്കാതെ പ്രതികൂലങ്ങളിൽ ഉറച്ചു നിൽപ്പാനുള്ള ധൈര്യം കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് താൻ നൽകുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നത് ലജ്ജയ്ക്കും കഷ്ടതയ്ക്കും കാരണമാകുന്നു. എന്നാൽ സുവിശേഷ സത്യങ്ങൾ നാണിക്കാതെ ഉയർത്തിക്കാട്ടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കഷ്ടത സഹിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുന്നു. ഒരു വൃക്ഷം കൊടുങ്കാറ്റിൽ ഉറപ്പോടെ നിലകൊള്ളുമ്പോഴാണ് അതിൻ്റെ വേരുകളുടെ ശക്തി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. അതുപോലെ കഷ്ടതകൾ പെരുകുമ്പോഴാണ് ഒരു ദൈവ പൈതലിന് എത്രത്തോളം ദൈവാശ്രയമുണ്ട് എന്ന് വ്യക്തമാകുന്നത്. ഏത് സാഹചര്യത്തിലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഉറപ്പാണ് കഷ്ടതയിൽ പിടിച്ചു നിൽപ്പാൻ നമ്മെ സഹായിക്കുന്നത്. ഇന്ന് കഷ്ടം സഹിക്കുന്നത് നിത്യ തേജസ്സിൻ്റെ ഘനം പ്രാപിപ്പാൻ കാരണമാകുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷം നിമിത്തമുള്ള കഷ്ടം സഹിക്കേണ്ടി വന്നാലും നാം ലജ്ജിച്ചു പോകുകയില്ല. കഷ്ടതകൾ നമ്മുടെ തകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കായാണ്.